27 സെന്റ് സ്ഥലത്തില് കാർ പോർച്ച് ഉൾപ്പെടെ 1900 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു മോഡേൺ രീതിയിൽ, ഒരു വെസ്റ്റേൺ മോഡേൺ രീതിയിൽ തന്നെ മുഴുവൻ പണികളും ചെയ്തു തീർത്തിരിക്കുന്ന നല്ലൊരു എന്താ പറയുക, മൊത്തത്തിലുള്ള ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അടിപൊളി ഒരു മോഡേൺ വീടാണ്. അങ്ങനെ ഒരു വീട് വളരെ ശാന്തമായ ഒരു പ്രദേശത്ത് 27 സെന്റ് സ്ഥലത്തിലെ കിണർ വെള്ളം, ഇഷ്ടംപോലെ വെള്ളം ലഭിക്കുന്ന സൗകര്യമുള്ള ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് കണ്ടാലോ, സ്വന്തമാക്കിയാലോ? ഇതാ നമുക്ക് മീനച്ചിൽ ഹോംസ് വഴി ഈ വീഡിയോ ഒന്ന് കാണാം. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. 75 ലക്ഷം രൂപയാണ് ഇവിടെ ചോദിക്കുന്ന വില. നമുക്ക് ഈ വീടിന്റെ മൊത്തത്തിലുള്ള നല്ലൊരു ഭംഗിയിലേക്ക്, ഈ ഹാപ്പി ഹോം ടൂറിലേക്ക് നമുക്കൊന്ന് സ്വാഗതം ചെയ്യാം. അപ്പോൾ മീനച്ചിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിജു പാല. പാല പൊൻകുന്നം റോഡിൽ പൈകയ്ക്ക് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മൾ കാണാൻ വന്ന വീട്. നല്ല അടിപൊളിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന കാർ പോർച്ച് സഹിതം 1900 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂം, 2 അറ്റാച്ച്ഡും ഒരെണ്ണത്തിന് കോമൺ ടോയ്ലറ്റും, അതും ബെഡ്റൂമിനോട് സമീപത്ത് തന്നെ കോമൺ ടോയ്ലറ്റ് കൂടിയുള്ള ഈ നല്ലൊരു വീടാണ് നമ്മളിവിടെ കാണാൻ വന്നിരിക്കുന്നത്. ഇതുകൊണ്ട് മുറ്റമൊക്കെ നല്ലൊരു ഗാർഡനാക്കി, നല്ലൊരു പാർക്കിലേക്ക് ചെന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അതുപോലെയാണ് ഗാർഡൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഗാർഡനൊക്കെ ഉണ്ടാക്കി നല്ല ഭംഗിയാക്കി ഇട്ടിരിക്കുന്ന നല്ലൊരു കിടുക്കൻ വീട്. ഈ വീടും സ്ഥലവും നിങ്ങൾ കണ്ടു നോക്കിയാലോ, സ്വന്തമാക്കിയാലോ ഇഷ്ടപ്പെടും തീർച്ച. 100% ഇഷ്ടപ്പെടും തീർച്ച. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അകത്തെയും പുറത്തേക്കോ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാനായിട്ട് പോകാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് എലവേഷൻ. നല്ലൊരു മോഡേൺ രീതിയിൽ പണിയിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഫ്രണ്ട് എലവേഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പാർക്ക് പോലെ ഫീൽ ചെയ്യും. അത്രയും നല്ല ഭംഗിയാണ് മുറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഗാർഡൻ സെറ്റപ്പ് എന്ന് പറയുന്നത്. വാഹനങ്ങൾ കയറി പോകാൻ വേണ്ടിയിട്ടുള്ള ഭാഗമെല്ലാം ഇൻ്റർലോക്ക് ഇട്ടുകൊണ്ട്, ബാക്കി ഭാഗമെല്ലാം ഗാർഡൻ ചെയ്തുകൊണ്ട് നല്ല ഭംഗിയാക്കിയ നല്ലൊരു വീട്. ചുറ്റും ജനൽപ്പാളികളെല്ലാം തേക്കാണ്. ഇതാണ് കാർ പോർച്ച്. വീടിൻ്റെ വാഹനം കയറി വരുന്നതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ്, ആ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ കയറി വരുന്നത്. ഈ സൈഡിൽ കാർ പോർച്ച് വന്നിരിക്കുന്ന ഫ്രണ്ട് എലവേഷൻ അപ്പുറത്തെ സൈഡിലേക്കാണ്. നമ്മൾ ആദ്യം കണ്ടതാണ് ഫ്രണ്ട് എലവേഷൻ. നമുക്കൊന്നുകൂടി ഫ്രണ്ട് എലവേഷൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ഇതാണ് നമ്മുടെ വണ്ടി കയറി വരുന്ന റോഡ്. റോഡിൻ്റെ വീൽപ്പാട് ഭാഗം മുഴുവൻ നമുക്ക് തറയോട് വിരിച്ച് നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഫ്രണ്ട് എലവേഷനിലേക്ക് പോവുകയാണ്. ഫ്രണ്ട് എലവേഷനിലേക്ക് പോകുമ്പോൾ നല്ല ഫ്രണ്ടിലെ പണികൾ എന്നൊക്കെ പറയുന്നത് ക്ലാഡിംഗ് ടൈലുകളാകട്ടെ, ടെക്സ്ചർ പെയിൻറ്റുകളാവട്ടെ, ഇതെല്ലാം നല്ല 100% ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണ്. അപ്പോൾ നമുക്ക് ഇത് ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞു. നമുക്കിനി വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. കാർ പോർച്ച് കണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് പ്രവേശിച്ചു. നല്ലൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ കാണുന്നത്. അവിടെ നിന്ന് ഇതാണ് നമ്മുടെ അകത്തേക്ക് കയറുന്നു. അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും നല്ല മോഡേൺ ആയിട്ടുള്ള രീതിയിൽ, ഫ്രണ്ട് ഡോറ് തൊട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല മോഡേൺ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഡോറ് സഹിതം എല്ലാ സംഭവങ്ങളും കൊടുത്തിരിക്കുക. ഇൻറ്റീരിയർ ജിപ്സം വർക്കുകൾ, പ്രെയർ ഏരിയ, TV യൂണിറ്റിൻ്റെ പോയിൻ്റ് എന്ന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാ നമ്മുടെ ഒരു കോർട്ട്യാർഡ് നമുക്കിവിടെ കാണാം. ഈ കോർട്ട്യാർഡൊക്കെ ഉൾപ്പെടെയാണ് നമ്മൾ മൊത്തത്തിൽ പറഞ്ഞത്. അപ്പോൾ വീടിനകത്ത് നല്ല ഭംഗിയുള്ളൊരു കോർട്ട്യാർഡ് വന്നിട്ടുണ്ട്. വീടിന് പുറത്ത് എത്ര ഭംഗിയാണോ അതിലും ഭംഗിയായിട്ടാണ് അകം സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ TV യൂണിറ്റിനുള്ള പോയിൻ്റ് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കണ്ടു. ഇതാണ് ഹോളും ഡൈനിങ്ങുമായിട്ടുള്ള ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ആ ബെഡ്റൂം ഒന്ന് കണ്ടിട്ട് പോകാം. നമ്മളൊരു ബെഡ്റൂമിന് കോമൺ ടോയ്ലറ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് കോമൺ ടോയ്ലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാച്ച്ഡ് പോലെ തന്നെ ഇരിക്കുന്ന ഒരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ടോയ്ലറ്റും. അത് കോമൺ ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് 4 പാളി ജനൽ ഒരു സൈഡിലും 2 പാളികൾ വെച്ചുള്ള ജനലുകൾ അപ്പുറത്തെ സൈഡിലുമാണ് കൊടുത്തിരിക്കുക. കബോർഡ് വർക്കുകൾ ഇവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. നല്ല സെൻറ്ററിലൊരു മിറർ കൊടുത്തുകൊണ്ട് 2 സൈഡിലും വാർഡ്രോബ്സ് ആക്കി. സെൻട്രലിലും വാർഡ്രോബ്സ് തന്നെയാണ്. അവിടെ ഒരു മിറർ കൂടി കൊടുത്തിട്ടുണ്ട്.
AC-യുടെ പോയിൻ്റ് എല്ലാ ബെഡ്റൂമിലും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതാണ് നമ്മുടെ വീടിനകത്തെ ഡോറുകൾ. നമ്മൾ ഇതാണ് കോമൺ എന്നാൽ അറ്റാച്ച്ഡ് പോലെ തന്നെയുള്ള ടോയ്ലറ്റ് ഇതാണ്. ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റിൽ വന്നിരിക്കുന്ന ഗ്ലാസ് പാർട്ടീഷനാണ് ഈ കാണുന്നത്. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള രീതിയിലുള്ള നല്ലൊരു കിടുക്കാച്ചി വീടാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്കൊന്നും നോക്കാനില്ല. നല്ല ഭംഗിയായിട്ട് ഇതിനെ പണി കഴിപ്പിച്ചിരിക്കുന്നു. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ. ഷവർ, അതുപോലെ തന്നെ എക്സോസ് ഫാന്, ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന്, ക്ലോസറ്റ്, വാഷ് ബേസിന് എന്ന് വേണ്ടുന്ന മിറർ ലാമ്പ് അങ്ങനെയൊക്കെയുള്ള എല്ലാ സംവിധാനങ്ങളും ടോയ്ലറ്റിൽ ഒരുക്കിയിരിക്കുന്നു. ഗ്ലാസ് പാർട്ടീഷനും കൂടി ഈ ടോയ്ലറ്റിൽ ചെയ്തിട്ടുണ്ട്. മറ്റ് ടോയ്ലറ്റുകളും വേണമെങ്കിൽ പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിൽ കൂടിയാണ് ചെയ്തിരിക്കുക. TV യൂണിറ്റ് നമുക്ക് കണ്ടു. നേരെ കാണുന്നതാണ് TV യൂണിറ്റിൻ്റെ പോയിൻ്റ്. അവിടെ തന്നെ നമുക്ക് ഇതാണ് നമ്മുടെ കോർട്ട്യാർഡ്. ഒരു കട്ടൻ കാപ്പിയൊക്കെ എടുത്തുകൊണ്ട് ഈ കോർട്ട്യാർഡിലേക്ക് ഒന്നൊന്ന് വന്നിരുന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു രസമാണ്, ഒരു സുഖമാണ്. നമുക്കൊരു ചെറിയൊരു കാറ്റും വെളിച്ചമൊക്കെ കൊണ്ടിരിക്കാവുന്ന രീതിയിൽ. ഇതാണ് വാഷ് കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ബെഡ്റൂമുകളിലൊക്കെ ആവശ്യത്തിന് കാറ്റും വെളിച്ചവും കയറിപ്പോകാനായിട്ടുള്ള രീതിയിൽ നല്ല ജനൽപ്പാളികൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇത് ജനൽപ്പാളികൾ കൊടുത്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് വരുന്നത്. ഈ ടോയ്ലറ്റും വേണമെങ്കിൽ പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിലാണ് ഈ ടോയ്ലറ്റ് സെറ്റ് ചെയ്തിരിക്കുക. നമുക്ക് പാർട്ടീഷൻ ചെയ്യാനുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിൽ അവിടെ ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ് ഷവറും കൊടുത്തിരിക്കുക. 27 സെൻറ്റ് സ്ഥലമാണ് ഈ വീട്. ഇഷ്ടംപോലെ കിണർ വെള്ളമുണ്ട്. നമുക്ക് പാലാ പൊൻകുന്നം റോഡിൽ പൈക ടൗണിന് സമീപത്താണ്. പൈക ടൗണിൽ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ദൂരം ബസ് റോഡേ തന്നെ പോയി കഴിയുമ്പോൾ ബസ് റോഡിൽ നിന്നും 100 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ നമുക്ക് ടൗണിൻ്റെ ആക്സസ് എന്ന് പറയുന്നത് പൈക ടൗൺ ആണ്. തൊട്ടടുത്ത് തന്നെ പലചരക്ക് കടകൾ, അതുപോലെ തന്നെ പള്ളി, അമ്പലം എന്ന് വേണ്ടുന്ന ആരാധനാലയങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളെല്ലാം തൊട്ടടുത്ത് തന്നെ ഉണ്ട്. കടകളുണ്ട് തൊട്ടടുത്ത് തന്നെ. ബസ് എപ്പോഴും തന്നെ ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന റോഡിലൂടെ തന്നെയാണ് ഈ വീട്ടിലേക്ക് വരേണ്ടത്. ബസ് റോഡിൽ നിന്നും 100 മീറ്റർ ദൂരം മാത്രമാണ്. അതുകൊണ്ട് സ്വന്തം വാഹനമില്ലാത്തവരെ സംബന്ധിച്ചും ബസ്സിൽ കയറി ഇറങ്ങി എവിടെ വേണേലും പോകാനും വരാനും പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ആക്സസ് ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് ഈ വീട് എന്നുള്ളതാണ് 100% കറക്റ്റായിട്ടുള്ള കാര്യം. അപ്പോൾ അവിടുന്ന് ഈ ബസ് റോഡിൽ നിന്ന് 100 മീറ്റർ ദൂരം മാത്രമേ കയറിയാൽ മതി. എല്ലാ വാഹനങ്ങളും വീട്ടിൽ വരും. നമ്മൾ കണ്ടായിരുന്നു കാർ പോർച്ചിൽ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത്. എൻ്റെ വണ്ടി തൊട്ട് അപ്പുറത്താണ് നിർത്തിയിട്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള എല്ലാ വാഹനങ്ങളും വീട്ടിൽ വരാവുന്ന രീതിയിൽ, ടിപ്പർ സഹിതം എല്ലാ വാഹനങ്ങളും വീട്ടിൽ വരാവുന്ന രീതിയിലാണ് ഈ റോഡ് ആക്സസ്. അങ്ങനെ നമ്മൾ ബെഡ്റൂമുകളെല്ലാം കണ്ടു. നമുക്ക് കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ മനോഹരമായ WPC ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന മനോഹരമായ കബോർഡ് വർക്കുകളുള്ള കിച്ചണാണ് ഇവിടെ. അപ്പോൾ കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്ന കാണാം. നല്ലൊരു ഗ്രേയും വൈറ്റും പാറ്റേണായിട്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു കബോർഡിൻ്റെ ഒരു മോഡേണായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ. ഇവിടെയാണ് വർക്ക് ഏരിയ വരുന്നത്. കിച്ചണും വർക്ക് ഏരിയയ്ക്ക് ശേഷം ഇവിടെ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട്. കിച്ചണും വർക്ക് ഏരിയയ്ക്ക് ശേഷം തൊട്ടപ്പുറത്ത് വേറൊരു വർക്ക് ഏരിയ കൂടി അഡീഷണൽ എടുത്തിട്ടുണ്ട്. ആ ഭാഗം മാത്രം ഷീറ്റിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ പണികൾ, ഇപ്പോൾ ഒരു മീൻ വെട്ടാനായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ ഇത്രയും സ്ഥലമുണ്ടല്ലോ, 27 സെൻറ്റ് സ്ഥലമുണ്ടല്ലോ, 2 പ്ലാവ് വെച്ചാൽ ഒരു ചക്ക വെട്ടാനാണെങ്കിലും നമുക്ക് ഈ വർക്ക് ഏരിയയിലേക്ക് ഇരിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ വർക്ക് ഏരിയ. അപ്പോൾ ഈ വർക്ക് ഏരിയയിലിരുന്ന് ബാക്കി പണികളൊക്കെ ചെയ്യാം. വീട്ടിലൊരു സെർവൻ്റൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് പച്ചക്കറി അരിയാനും കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ മീൻ വെട്ടാനൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നിരുന്ന് ചെയ്യാം. അവിടെയും മെഷടിച്ച് കറക്റ്റാക്കി എല്ലാം നല്ല കവേർഡ് ആക്കിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ഈ വീട് മൊത്തത്തിലുള്ള ദൃശ്യങ്ങൾ ഏകദേശം കണ്ടു കഴിഞ്ഞു. ചോദിക്കുന്ന വില നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു. 75 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില. ഇത്രയും നല്ലൊരു വീട് ഈ വിലയ്ക്കോ എന്ന് തന്നെ അത്ഭുതം തോന്നും. 27 സെൻറ്റ് സ്ഥലവും കൂടിയാണ് ഈ വീട്. 1900 സ്ക്വയർ ഫീറ്റ് വിത്ത് കാർ പോർച്ചാണ്. അപ്പോൾ നമുക്ക് മനോഹരമായ വീട് സ്ഥലവും നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുള്ളവർ